പണ്ടുകാലത്ത് മറ്റുമായത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ ومرشدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين. أيها السادة والعلماء العظام، جعل الله هذا المجلس مجلسا مباركا مقبولا عند الله. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സഹോദരങ്ങൾ, നീട്ടി സംസാരിക്കുന്നില്ല. ഖാദിയുടെ ഉത്തരവാദിത്വവും മഹത്വവും എല്ലാം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഞാൻ ഈ അധികാരം എന്നെ തേടി വന്നതുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തസ്അലിൽ ഇമാറത, നീ ഒരു അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല. ഫൈനുഅതീത മിൻ ഗൈരി മസ്അലത്തിൻ, ചോദിക്കാതെ നിനക്ക് നൽകപ്പെടുകയാണെങ്കിൽ ഉഇൻത, നിനക്ക് സഹായമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉള്ളാൾ, അതുപോലെ ഇന്നലെ പോയ രാത്രി എവിടെ, ബെൽത്തങ്ങാടി, ഇത് മൊടിപ്പോ, ഈ സ്ഥലങ്ങളിലും അതുപോലെ ബാംഗ്ലൂരിലും എല്ലാം ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത് അല്ലാഹു തആല നമ്മുടെ ഉസ്താദന്മാരുടെയും ശൈഖന്മാരുടെയും ദുആ കൊണ്ടും ബറക്കത്ത് കൊണ്ടും എന്നെ തേടി വന്ന ഒരു അധികാരമായതുകൊണ്ട് നാട്ടിലെ മസ്ലഹത്ത് ഞാൻ ജീവിക്കുന്ന കാലത്തോളം ജനങ്ങൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം എന്ന നിലക്ക് മാത്രമാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായിരുന്നു. അവിടുത്തോട് ബന്ധപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ അവിടുത്തെ മഹത്വം അറിയുകയുള്ളൂ. ഇൽമും ഇബാദത്തും ഒരുമിച്ച് കൂട്ടിയ ഒരു സയ്യിദ് ഖുറൈശി 700 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ വന്ന് ഇപ്പോൾ വളപട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു, അവരുടെ മകനായ കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ, അവരെല്ലാം വലിയ വലിയ കറാമത്തിൻ്റെ ആളുകളായിരുന്നു. അവരുടെ പരമ്പരയിൽ 700 കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിൽ വന്ന ആ സാദാത്തുക്കളുടെ പരമ്പരയിൽ നിന്ന് വന്നതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അൽ മർഹൂം. അവരുടെ ജീവിതകാലത്ത് ഞാനും അവരുമായി വളരെ സന്തോഷത്തിലും മഹബത്തിലും ആണ് ജീവിച്ചത്. അവിടുത്തെ ദുആ ബർക്കത്തും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്.
അതുപോലെ എൻ്റെ ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് ബഹറുൽ ഉലൂം തുടങ്ങിയ എല്ലാ ഉസ്താദന്മാരും ദുആ ചെയ്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ രോഗം ബാധിച്ചതിൽ നിന്നും സുഖപ്പെട്ട് ഇപ്പോൾ ഈ അധികാരങ്ങളെല്ലാം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ ഈ ഖളാ നല്ല പോലെ നടത്തിക്കൊണ്ടുപോകുവാനും ആവശ്യമായ ദീനിൻ്റെ വിധികളും നിയമങ്ങളും നിങ്ങളുടെ എല്ലാ ജമാഅത്തുകളിലും നടപ്പിൽ വരുത്താനും അത് പറയാനും കേൾക്കാനും സ്വീകരിക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും വളരെയധികം കാലം അല്ലാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള പരിശുദ്ധമായ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇന്ന് ഇവിടെ ഈ പരിപാടി വെച്ചു നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഉള്ളാൾ ദർഗാ ശരീഫിൻ്റെ പ്രസിഡന്റ് ഹനീഫ ആജിയുടെ ഉമ്മ ഇന്നലെ രാത്രി മരണപ്പെട്ടു. അതിൻ്റെ മയ്യത്ത് നിസ്കാരം ഇപ്പോൾ 2 മണിക്ക് ഉള്ളാൾക്ക് നടക്കും. ഇൻഷാ അല്ലാഹ് അത് എത്തണമെന്ന നിലക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും 2 ലോകത്തും വിജയം നൽകി പൊന്നാര മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി.